4 വർഷത്തെ വൈരാഗ്യം. ആ വൈരാഗ്യം അവസാനിച്ചത് കൊലപാതകത്തിൽ. ഹർദോയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ ഒരു പ്രതി പോലീസ് പിടിയിലായിരിക്കുകയാണ്. ഇനി ഒരാൾ കൂടിയാണ് പിടിയിലാകാനുള്ളത്. എന്തായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച ആ 4 വർഷം നീണ്ടുനിന്ന വൈരാഗ്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹർദോയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ ജിത്പൂർവയിലാണ് ഈ ദാരുണമായ കൊലപാതകം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം സമീപത്തെ മാർക്കറ്റിൽ വെച്ച് നടന്ന ഒരു ആക്രമണത്തിനൊടുവിലാണ് ഈ കൊലപാതകം. ഗ്രാമത്തിലെ സോഹിത് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ഇയാളും ഗ്രാമത്തിലെ അമർ സിംഗ്, ജിതേന്ദ്ര എന്ന യുവാക്കളും തമ്മിൽ അപ്രതീക്ഷിതമായുണ്ടായ തർക്കമായിരുന്നു കൊലപാതകം വരെയെത്തിയത്. വടികൊണ്ട് സോഹിത്തിന്റെ തലയിൽ ശക്തമായി അടിച്ചതിനെ തുടർന്നുണ്ടായ മാരകമായ മുറിവാണ് മരണകാരണമായി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. അടിയേറ്റ് നിലത്ത് വീണ സോഹിത്തിനെ പോലീസ് എത്തിയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയിലേറ്റ അടിയുടെ ആഘാതത്തിൽ സോഹിത്ത് മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ 4 വർഷം നീണ്ടുനിന്ന ഒരു വൈരാഗ്യത്തിന്റെ കഥ കൂടിയുണ്ടെന്നത് പിന്നീടാണ് പുറത്തുവരുന്നത്. ഏകദേശം 4 വർഷം മുൻപാണ് സോഹിത്തിനെ ഒരു കസിൻ പ്രതികളിലൊരാളുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുമായി ഒളിച്ചോടിപ്പോകുന്നത്. എന്നാൽ ഈ സംഭവം നടന്ന് 5 ദിവസത്തിന് ശേഷം 2 കുടുംബങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തിരുന്നു. പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ അയക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലെത്തിയെങ്കിലും വർഷങ്ങളായി ഇരു കുടുംബങ്ങൾ തമ്മിലും വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. गांव की बाजार लगती है 100 मीटर दूरी पे. बाजार गया लड़का हमारा और वहाँ गांव के लोग गए साथ में. जिसकी लड़की ने गांव से भजाया हमारे भतीजे ने 4-5 साल पीछे, और उसी की रंजिश थी और गांव की कोई रंजिश नहीं थी मेरी. और वो गांव से बाजार से लग लिया और गांव बाजार से कोई नहीं साथ में के था. गांव की पुलिया पर पहुंचा, उसी ने बांका मार दिया. ഈ കൊലപാതക വാർത്ത പുറത്തു വന്നതോടെ ഗ്രാമം വലിയ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. വിവരമറിഞ്ഞ് സോഹിത്തിനെ എത്തിച്ച ആശുപത്രിക്ക് പുറത്ത് നിരവധി പേരായിരുന്നു തടിച്ചുകൂടിയത്. നിലവിൽ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. അതേസമയം സംഭവത്തിന് ശേഷം മരിച്ചയാളുടെ കുടുംബം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ്. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എല്ലാ വശങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. थाना सूसा क्षेत्र अंतर्गत ग्राम जीतपुरवा से यह सूचना प्राप्त हुई कि गांव निवासी सोहित पुत्र कोमिल उम्र लगभग 25 वर्ष को किसी व्यक्ति के द्वारा सर पे मारा गया, जिससे वो गंभीर रूप से घायल हो गए हैं. सूचना पर तत्काल पुलिस बल मौके पर पहुंचा एवं घायल को उपचार हेतु अस्पताल भिजवाया गया, जहां चिकित्सकों द्वारा उसको मृत घोषित कर दिया गया है. शव को कब्जे में लेकर पोस्टमार्टम में पंचायतनामे की कार्रवाई की जा रही है. परिजनों द्वारा प्रकरण में तहरीर दी गई है, जिसमें यह बताया गया है कि सोहित के साथ 2 युवक अमर सिंह एवं जितेंद्र, जो गांव के ही रहने वाले हैं, उनकी कहासुनी हो गई, जिसमें वाद विवाद में इनके द्वारा उस पर हमला कर दिया गया. प्रकरण में जितेंद्र को हिरासत में लेकर पूछताछ की जा रही है. सुसंगत धाराओं में अभियोग पंजीकृत कर लिया गया है. अन्य वैधानिक कार्रवाइयां प्रकरण में प्रचलित है. സോഹിത്തിനെ ആക്രമിച്ച 2 പ്രതികളിൽ ഒരാളായ ജിതേന്ദ്ര പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തർക്കത്തിനിടെയുണ്ടായ ആക്രമണം തന്നെയാണ് മരണകാരണമെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന പ്രതിയായ അമർ സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നതിനായുള്ള റെയ്ഡുകളും തെരച്ചിലുകളുമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.